നമസ്കാരം. നല്ലയിടത്ത് അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടാൽ അവിൽ മിൽക്കിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, എല്ലാവരും വെച്ചാൽ കുറേ പേര് കേട്ടോ, ഇത് എങ്ങനെയാണ് അവിൽ മിൽക്ക് ഉണ്ടാക്കിയായിരുന്നു, കുട്ടികളും എല്ലാം കഴിക്കുന്നുണ്ടല്ലോ. അതുപോലെ ചിലർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ട് അവിൽ മിൽക്ക്, അവർ പോലും ഒന്ന് കഴിച്ചിരിക്കണം. അപ്പോൾ അതെങ്ങനെയാ, എന്താ അതിൻ്റെ റെസിപ്പി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിക്ക് ഉണ്ടാക്കാം കേട്ടോ. അത് ശരിയായ അവിൽ മിൽക്കിൻ്റെ അല്ലെങ്കിൽ ഏതാ ശരി തെറ്റ് വെച്ച് അറിയില്ല, എന്തായാലും എൻ്റെ രീതിക്കാണ് ഉണ്ടാക്കണം. ഞാനൊരു 2-3 ആപ്പിളൊക്കെ എടുക്കാറുണ്ട്. ആപ്പിൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കണം, നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ തോലൊന്നും കളയണ്ട. ആപ്പിള് നല്ലോണം ഞാൻ മിക്സിയിൽ അടിക്കാറുണ്ട്. ഒരു ആപ്പിൾ എടുത്തിട്ട് ഫുള്ള് മിക്സിയിൽ അടിക്കും. ഒരെണ്ണം നുറുക്കിയിട്ട് അതിൽ ചെറുതാക്കി നുറുക്കിയിട്ട് ഇടുകയും ചെയ്യും. അപ്പം അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ എനിക്കൊരു പ്രാവശ്യം അബദ്ധം പറ്റുക, ഞാൻ വറുത്ത അവില പറഞ്ഞിട്ട് വാങ്ങി കടയിൽ നിന്ന്. അപ്പോൾ പലരും അങ്ങനെ ചെയ്യുന്നുണ്ടാവും. വറുത്ത അവിലല്ല, പൊരി അവിലെന്ന് പ്രത്യേകം പറയണം. അവിൽ മിൽക്കിൽ അത് ഇട്ടാലാണ് സ്വാദ്. നമ്മൾ വറുത്തിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ, അത് ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ പൊരി അവിലെന്ന് പറഞ്ഞ് വാങ്ങുക കടയിൽ നിന്ന്. അല്ലെങ്കിൽ ഇന്നിപ്പോൾ എനിക്ക് പൊരി അവിൽ കിട്ടിയില്ല, അവിൽ മിൽക്കിൻ്റെ മിക്സാണ് കിട്ടിയത്. അതിലെന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ അതൊന്നും ഇടണില്ല. ഞാൻ ആ വക സാധനങ്ങളൊന്നും ഇടാറില്ല. പിന്നെ ഞാൻ നല്ലോണം അവിൽ മിൽക്ക് നല്ലോണം നമ്മുടെ തണ്ണിമത്തനിടും. ആ തണ്ണിമത്തനോടെ കുറച്ച് ഇതിലിട്ടിട്ട് അടിക്കാറുണ്ട്. അപ്പോൾ ഒരു കളർ ചേഞ്ചും വരും. നല്ല സ്വാദ് കേട്ടോ, പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ അവിൽ മിൽക്ക് ഉണ്ടാക്കി നോക്കും. അതിൻ്റെ കുരുവൊക്കെ കടിക്കും കേട്ടോ, ഒക്കെ ഉണ്ടാവും. ഇത് പാല് കൂട്ടിയിട്ടാണ് അടിക്കുക. നമ്മുടെ എന്ത് പാലാണ് നിങ്ങളുടെ വെച്ചാൽ ആ പാല് കൂട്ടിയിട്ട് അടിക്കുക. ബാക്കി പാല് നമ്മൾ ഇതിൽ ഒഴിച്ച് വെക്കുകയാണ്. അവിൽ മിൽക്കിലേക്കുള്ളതാണ്. ഞാൻ പഞ്ചസാര കൂട്ടാറില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, പഞ്ചസാര ഞാൻ അടിക്കുമ്പോൾ ഇടാറില്ല, പിന്നെയാണ് ഇടുന്നത്. ഒരു സാധനം കൂടി എടുത്തിടട്ടെ. മൈസൂരി പൂവൻ എന്നല്ലേ പറയാം, പാളയംകുടൻ പഴമാണ് ഇടുന്നത്. അതും ഇതിലിട്ട് അടിക്കുക. ഇതൊക്കെ കുട്ടികൾ പെറുക്കി മാറ്റി വയ്ക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് ഇതിലിട്ടിട്ട് അയ്യോ ചാടി അത് കഴുകിക്കോ, കഴുകിയിട്ട് എടുക്കണ്ടേ, എടുക്കണ്ട നിലത്ത് വേണം. ഹിഷാമാണ് വീഡിയോ എടുക്കണേ, വെള്ളിയാഴ്ചയാണ് പള്ളി പോകണം, അതാണ് പ്രശ്നം. അതിൻ്റെ മുമ്പ് വീഡിയോ എടുത്ത് തീർക്കണം. അപ്പോൾ അവിൽ മിൽക്ക് കുളിപ്പിച്ചിട്ട് പള്ളിക്ക് വിടാച്ചിട്ടാണ്. ഒരു 3-4 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എത്ര ഒരെണ്ണ ഉള്ളു വെച്ചാൽ ഒരെണ്ണ ഇട്ട് തട്ടിയാൽ മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇതിനൊന്നും ഒരു കണക്കുമില്ലേ, കണക്കും കെമിസ്ട്രി ഒന്നും ആരും ചോദിക്കരുത്. അപ്പം അതെല്ലാം ആയി. ഇനി എനിക്ക് വേണ്ട സാധനമാണ് ഏലക്കാപ്പൊടി. ഒരു സ്പൂണ് ഏലക്കാപ്പൊടി ഇടാം. അത് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കേട്ടോ. കുറേ ഇട്ട് കഴിഞ്ഞാൽ ഏലക്കാപ്പൊടിയുടെ കുത്തുണ്ടാവുക. അതുമായി ഇനി അതൊന്ന് മിക്സിയിൽ നല്ല അടിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ അത് റെഡിയായി. ഇനി എനിക്ക് 2 പഴം കൂടി നോക്കിയിടാം, ചെറുതാക്കി നോക്കിയിടാം. പഴം ഈ ആപ്പിളൊക്കെ ആണ് നോക്കിയിടും കേട്ടോ. ബാക്കിയുള്ള എന്തൊക്കെ പഴങ്ങളാ വെച്ച് കഴിഞ്ഞാൽ ഓമക്കായ ഉണ്ടെങ്കിൽ ഓമക്കായ വരെ അതിലിട്ട് അടിക്കാൻ മുറുക്കാൻ ഒക്കെ ചെയ്യാം. ഫ്രൂട്ട്സ് എത്രയും അകത്ത് പോകണം അത്രയും നല്ലതായി വേനൽക്കാലത്ത്. ഒരു പിശുക്കും കാണിക്കണ്ട. അന്ന് അവിൽ മിൽക്ക് കുടിക്കാത്തവരും കൂടി കുടിച്ചിട്ടുണ്ട്. ഞാൻ പറയിപ്പിച്ചൊന്നല്ല കേട്ടോ, എല്ലാവരും അടിച്ച് കയറ്റിയിരുന്നു. ചിലപ്പോൾ ദാഹം കൊണ്ടും ക്ഷീണം കൊണ്ടും ആവാം, ഡാൻസ് കളിക്കല്ലേ പാവുന്നത്. അത് മതി. ഇനി നോക്കണം, ഈത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈത്തപ്പഴമൊക്കെ ഇട്ട് അടിക്കാം കേട്ടോ. നല്ല സൗണ്ട് നമ്മുടെ ഇല്ല കഴിഞ്ഞു. ഡ്യൂട്ടി അപ്പുറത്തുനിന്ന് വെള്ളമൊക്കെയുണ്ട്. ക്ലാസ് എടുത്ത് കഴിഞ്ഞ് വയ്യാണ്ട് വന്ന് നിൽക്കണേ. അത് കഴിഞ്ഞു. അപ്പോൾ ആ കടല എവിടെ കടല? ഇത് നമ്മുടെ കടല കേട്ടോ, ഉപ്പുള്ള കടല. അതൊന്ന് ജസ്റ്റ് ഒന്നും അരങ്ങാം, അതാണ് നല്ലത്. ഒരു കപ്പ് അപ്പോൾ ഈ കടല കിട്ടുന്നുണ്ട്. കടലിൻ്റെ തോലൊന്നും കളയില്ല കേട്ടോ, ഒക്കെ കൂടെ തട്ടിയിരിക്കുകയാണ്.
അപ്പം അത് റെഡിയായി. പഞ്ചസാര ഇടാൻ വരട്ടെ. എന്താ കുറവുണ്ടോ? പാത്രം കൊണ്ട് തോന്നുന്നല്ലേ? അതെ, കുറച്ചും കൂടി ഉണ്ടായിരുന്നു തോന്നുന്നു. സാരല്ലേ, പിള്ളേരോട് വരാൻ പറ. നിങ്ങൾ വിളിച്ചോ. അവില് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം. ഈ മിശ്രിതം, അതായത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് ഫ്രിഡ്ജിലോ ഒക്കെ തണുപ്പിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ കഴിക്കാറാവുമ്പോൾ അവലിട്ട് കഴിഞ്ഞാൽ വല്ലാണ്ടുള്ള ആ ഒരു തണുപ്പ് പോയി കിട്ടും കേട്ടോ. നല്ല, പിന്നെ അവര് എപ്പോഴും കഴിക്കാറാകുമ്പോൾ ഇടുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അതങ്ങോട്ട് പീഞ്ഞും കൊണ്ടാവും. ചില സ്ഥലത്തൊക്കെ അവിൽ മിൽക്ക് കുടിക്കുമ്പോൾ അങ്ങനെ പീഞ്ഞും കൊണ്ടുള്ള കിട്ടാറുണ്ട്. ഒരു സ്വാദുമില്ല. ഗ്ലാസ് മിൽക്ക് കുടിക്കാൻ മക്കൾ വരുന്നുണ്ട്. പഞ്ചസാര ഞാൻ ലാസ്റ്റ് പഞ്ചസാര ഒരു ഗ്ലാസ് ആ വലുത് ഒരു ഗ്ലാസ് കുടിച്ചു നോക്കട്ടെ. കുടിച്ച് കുടിക്കും. ഇതാണ് നമ്മളെ വീഡിയോഗ്രാഫർ ഹിഷ. വീഡിയോഗ്രാഫർ കം എഡിറ്റർ കം വലിയ പുള്ളിയാണ്. പുള്ളിയാട്ടോ ഈ കാണുന്നത്. ഹിഷാമിന് കുപ്പി ഗ്ലാസ് ഒക്കെ കൊണ്ട് നടക്കുക. എന്താന്നല്ലേ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. കേമായിക്കോട്ടെ. മക്കളെ വാ, അതൊക്കെ പിന്നെ കൊടുക്കാം. അതൊക്കെ പിന്നെ കൊടുക്കാം. വാ, ഇതെന്താ വേണ്ടേ? തികയൂലേക്ക് ഇത് കാണുമ്പോ എന്തോ തികയില്ല തോന്നുന്നു. തമാശ തരുന്ന അന്നത്തെ സ്വാദല്ല പറയട്ടോ. ഞാൻ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഓരോ സ്വാദം. പ്രത്യേക കഴിവ് അതിന്. അന്നത്തെ സ്വാദല്ലല്ലോ. നല്ലത് ചീത്ത നല്ലത് തന്നെയാണോ സമാധാനം? പാല് കുറച്ച് മതി. നമ്മള് തത്തമ്മേ പാല് കുടിക്കില്ല, പഴയ തിന്നുള്ളൂ. സരസുവിന്റെ കുട്ടികളാണ്. ഇതിന്റെ അനിയന്റെ കുട്ടികള്, ബാക്കിയൊക്കെ സ്വന്തം കുട്ടികളൊന്നും. ഇത് പിന്നെ ഗ്ലാസ് തടി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ആണല്ലേ? അത്തക്കേന ഒരു സാധനം അതിൽ കളയാൻ പാടില്ല. ഞാൻ കൊല്ലി ഞാൻ തരുമോ? ഇവരുടെ എല്ലാവരും കഴിയട്ടെ. എന്താ ഈ അവിൽ മിൽക്ക് കുടിക്കാത്ത മഹതികളാണ് ഇവരൊക്കെ അല്ലേ? കടലൊക്കെ ഉണ്ട്. ഇന്ന് കടലൊക്കെ ഉണ്ട്. അത് കടലുണ്ടായിരുന്നു. ഏനുണ്ടാ അപ്പൊ ഞാൻ മധുരമില്ലാത്ത കുടിക്കുന്നത്. പാത്രം കണ്ട് പാത്രമേ വലുതുള്ളൂ കേട്ടോ. ഒരു ചേരുണ്ടോ വല്യമ്മക്ക് വലിയ പാത്രം. വല്യമ്മല്ലേ? അപ്പൊ ടാറ്റ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ കാണാം. ഇത് കുറച്ച് ദിവസം ഉണ്ടാവും. ഇവര് കുറച്ച് ദിവസമായിട്ട് പിരിച്ചുവിടും. മെയ് 20 കൂടി ഇവർക്ക് എന്തായാലും പറയാ രാജിക്കത്തല്ലേ, തിരിച്ചു കൊടുന്ന കത്ത് തരും. അതന്നെ ഈ വിദ്യാഭ്യാസം TC തരും. TC തന്നാൽ സസ്പെൻഡ് ചെയ്യാല്ലേ? അതല്ലേ? അല്ലല്ല, 20-ാം തീയതി പരിപാടി കഴിഞ്ഞിട്ട് തീരുമാനിക്കും തുടർന്ന് മുന്നോട്ട് പോണോ വേണ്ടെന്നുള്ളത്. നന്നായി കളിച്ച +2 എടുക്കും. 10ാം ക്ലാസ് പാസ്സാവുന്ന കേട്ടെ. അപ്പൊ ശരി, ടാറ്റാ. ബൈ.